മർക്കോസിൻ്റെ സുവിശേഷം നാം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ 21-ാമത്തെ ക്ലാസ്സിലേക്കാണ് നാം ഇന്ന് വന്നിരിക്കുന്നത്. ഏവർക്കും ഹൃദ്യമായ സ്വാഗതം അറിയിക്കുന്നു. സൂമിൽ കൂടെ പങ്കെടുക്കുന്ന സഹോദരങ്ങൾക്ക് സ്നേഹ വന്ദനം അറിയിക്കുന്നു. യൂട്യൂബിലൂടെയും ഇന്ന് ഈ ക്ലാസ്സിൽ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയ സ്നേഹിതർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഹൃദ്യമായ സ്വാഗതം അറിയിക്കുകയാണ്. ദൈവവചനത്തിൻ്റെ പഠനം വളരെ മുഖ്യമായ ഒരു കാര്യമാണ് എന്ന് ഞാൻ ആമുഖമായിട്ട് പറയട്ടെ. 119-ാം സങ്കീർത്തനം എടുത്താൽ അനേക പ്രാവശ്യം ദൈവവചനത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് അവിടെ സങ്കീർത്തനക്കാരൻ വിവരിക്കുന്നത് കേൾക്കാം. ഒരു ഭാഗത്ത് പറയുന്നു, നിന്റെ വചനം പ്രമാണിക്കുന്നവർക്ക് മഹാസമാധാനമുണ്ട്, വീഴ്ചയ്ക്ക് സംഗതി അവർക്ക് ഏതുമില്ല. അതെ, ദൈവവചനം നമ്മെ നിത്യതയിലേക്ക് തയ്യാറാക്കുന്നതാണ്, ദൈവരാജ്യത്തിലേക്ക് ഒരുക്കുന്നതാണ്. അതുകൊണ്ട് ദൈവവചനം പഠിക്കുകയും ധ്യാനിക്കുകയും അത് പ്രയോഗത്തിൽ വരുത്തുകയും മറ്റുള്ളവരെ പഠിപ്പിക്കുകയും ചെയ്യേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. ഇന്ന് മർക്കോസിൻ്റെ സുവിശേഷത്തിലേക്ക് നമുക്ക് ശ്രദ്ധ തിരിക്കാം. 13-ാം അധ്യായം 11-ാം വാക്യം മുതൽ അവസാനത്തെ 37-ാം വചനം വരെ നാം ഇന്ന് പഠിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഇതിനെ 6 ചെറിയ ഭാഗങ്ങളായിട്ട് തിരിച്ച്, കൊച്ചു കൊച്ചു ഭാഗങ്ങളായിട്ട് തിരിച്ച് നമുക്ക് പഠിക്കാം. നമുക്ക് ഈ മർക്കോസിൻ്റെ സുവിശേഷത്തിൻ്റെ ഈ ഇന്നത്തെ പഠന ഭാഗത്തിൻ്റെ 1-ാം ഭാഗത്തേക്ക് വരാം. മർക്കോസിൻ്റെ സുവിശേഷം 13-ാം അധ്യായം 11, 12, 13 വാക്യങ്ങളിൽ ആണ് ഈ 1-ാം ഭാഗം ഉള്ളത്. നമുക്ക് ആ വചനങ്ങൾ വായിച്ചു കേൾക്കാം. അവർ നിങ്ങളെ കൊണ്ടുപോയി ഏൽപ്പിക്കുമ്പോൾ എന്തു പറയേണ്ടു എന്ന് മുൻകൂട്ടി വിചാരപ്പെടരുത്. ആ നാഴികയിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് തന്നെ പറവീൻ. പറയുന്നത് നിങ്ങളല്ല, പരിശുദ്ധാത്മാവത്രേ. സഹോദരൻ സഹോദരനെയും അപ്പൻ മകനെയും മരണത്തിന് ഏൽപ്പിക്കും. മക്കളും അമ്മയപ്പന്മാരുടെ നേരെ എഴുന്നേറ്റ് അവരെ കൊല്ലിക്കും. എന്റെ നാമം നിമിത്തം എല്ലാവരും നിങ്ങളെ പകയ്ക്കും. എന്നാൽ അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. ദൈവമക്കൾക്ക് ഉപദ്രവങ്ങളും പീഡനങ്ങളും വരുന്നുണ്ട് എന്ന് യേശു മുന്നറിയിക്കുകയാണ്. എന്താണ് ഈ പീഡനങ്ങൾ അഥവാ ഉപദ്രവങ്ങൾ എന്ന് പറയുന്നത്? അതിനോടുള്ള ദൈവമക്കളുടെ, വിശ്വാസികളുടെ ശരിയായ മനോഭാവം എന്തായിരിക്കണം എന്ന് ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. പീഡനങ്ങളും ഉപദ്രവങ്ങളും വരുമ്പോൾ നാം ഭയപ്പെട്ട് നിലവിളിക്കരുത്. അത് നമുക്ക് വരാനുള്ളതാണ്, നമുക്ക് നിയമിക്കപ്പെട്ടവയാണ്, അതിൽ ഭയപ്പെടേണ്ട ആവശ്യമില്ല. അതാണ് ഒരു മനോഭാവം. രണ്ടാമത്തേത്, പീഡനങ്ങൾ വരുമ്പോൾ അതിനെ എതിർത്ത് നിൽക്കുവാനായിട്ടും ഒന്നും നാം ശ്രമിക്കേണ്ട. അതിൽ കൂടെയുള്ള കടന്നുപോക്കും വിടുതലും വിജയവും ദൈവം തന്നെ നമുക്ക് തരും. കാരണം ഇവിടെ ഈ വചനത്തിൽ പറയുന്നു, നിങ്ങളെ കൊണ്ടുപോയി ഏൽപ്പിക്കുമ്പോൾ, ഉപദ്രവിക്കാൻ കൊണ്ടുപോകുമ്പോൾ, കോടതികളിലും മറ്റും കൊണ്ടുപോകുമ്പോൾ എന്തു പറയേണ്ടു എന്ന് മുമ്പ് കൂട്ടി വിചാരപ്പെടരുത്. ആ നാഴികയിൽ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നത് പറയുവീൻ. പറയുന്നത് നിങ്ങളല്ല, പരിശുദ്ധാത്മാവത്രേ. പീഡനങ്ങൾ കൂടെ കടന്നു പോകുമ്പോൾ തക്ക സമയത്ത് കോടതികളിലോ നാടുവാഴികളുടെ മുമ്പിലോ ഒക്കെ നിർത്തുമ്പോൾ അവിടെ പറയാനുള്ളത് ഒന്നും ആലോചിച്ച് നിങ്ങൾ ബുദ്ധിമുട്ടരുത്. പരിശുദ്ധാത്മാവ് തന്നെ നിങ്ങൾക്ക് തക്ക സമയത്ത് ആവശ്യമുള്ളത് തരും എന്നുള്ള ഒരു വാഗ്ദത്തമാണ്. അത് നമുക്കും ഏറ്റെടുക്കാം. നമ്മുടെ രാജ്യത്തും ഇങ്ങനെയുള്ള ഉപദ്രവങ്ങളോ പീഡനങ്ങളോ നമുക്കും കേരളത്തിലും മറ്റും സഹിക്കേണ്ടി വന്നാൽ നാം അതിനുവേണ്ടി പ്രാർത്ഥിച്ച് ഒരുങ്ങിയാൽ മതി. എന്തു പറയണം, എങ്ങനെ പറയണം, അത് പരിശുദ്ധാത്മാവ് നൽകും. എന്നാൽ ഈ വചനത്തെ ചില ആളുകൾ തെറ്റായിട്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതായത്, നിങ്ങൾ ഒരു വചനം പ്രസംഗിക്കാൻ പോവുകയാണെങ്കിൽ എന്തു പറയണമെന്ന് മുൻപ് കൂട്ടി ഒന്നും ചിന്തിക്കേണ്ട, അവിടെ പോയി വായ തുറന്ന് വായി വരുന്നത് പറഞ്ഞാൽ മതി എന്ന് ചില ആളുകൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്നാൽ ഈ വചനത്തെ അത് കോട്ടിക്കളയുന്നതാണ്. ഈ വചനത്തിൻ്റെ അർത്ഥം ദൈവവചനം പ്രസംഗിക്കാൻ പോകുമ്പോൾ ഒരു ഒരുക്കവും കൂടാതെ വെറുതെ പോയി പ്രസംഗിക്കണം എന്നല്ല. പരിശുദ്ധാത്മാവ് അന്നേരം തന്നെ ഇങ്ങനെ തന്നുകൊണ്ടിരിക്കും എന്നല്ല. പ്രസംഗിക്കണമെങ്കിൽ നിങ്ങൾ അതിനെക്കുറിച്ച് പ്രാർത്ഥിക്കുകയും ഒരുങ്ങുകയും എന്തു പറയണമെന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കുകയും ഒരു ഒരുക്കത്തോടെ വേണം പോകാൻ. എന്നാൽ പീഡനങ്ങൾ വരുമ്പോൾ അവിടെ നിങ്ങൾ ആലോചിക്കേണ്ട, പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടത് തരും എന്നാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. പല ആളുകളും ദൈവവചനത്തെ കോണ്ടെക്സ്റ്റിൽ നിന്നും അതിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നും അടർത്തി മാറ്റി തങ്ങൾക്ക് യോജിക്കുന്ന രീതിയിൽ ചിലർ പ്രയോഗിക്കാറുണ്ട്. അതിനൊരു ദൃഷ്ടാന്തമായിട്ടാണ് ഞാനിത് പറഞ്ഞത്. ദൈവവചനത്തെ അതിൻ്റെ കോണ്ടെക്സ്റ്റിൽ, അത് ഏത് പശ്ചാത്തലത്തിൽ പറഞ്ഞിരിക്കുന്നു എന്നും കൂടെ ചേർത്ത് മനസ്സിലാക്കുമ്പോൾ നമുക്ക് ആ വചനത്തെ ശരിയായിട്ട് ഗ്രഹിപ്പാൻ സാധിക്കും. ദൈവമക്കൾക്ക് യഥാസമയം ഡിവൈൻ സപ്ലൈസ്, ദൈവം തന്നെ സ്വർഗീയമായ അനുഗ്രഹങ്ങളും നന്മകളും
എന്ത് പറയണമെന്നുള്ളതും ഒക്കെ ദൈവം എല്ലാ സമയത്തും തന്നുകൊണ്ടിരിക്കും എന്നാണ് ഇതിൻ്റെ അർത്ഥം. 12-ാം വാക്യം നോക്കുക. സഹോദരങ്ങൾ അന്യോന്യം, പിന്നെ അപ്പൻ മകനെയും ഒക്കെ മരണത്തിന് ഏൽപ്പിക്കും. ഇവിടെ അന്ത്യനാളുകളിൽ സംഭവിക്കാൻ പോകുന്ന ചില കാര്യങ്ങളാണ്. ഒരുപക്ഷെ നമ്മുടെ ഇടയിൽ അത്രയൊന്നും സംഭവിച്ചിട്ടില്ല. ഒറ്റിക്കൊടുക്കുക. കുടുംബത്തിലെ ചിലരുടെ മത തീവ്രത നിമിത്തം ക്രിസ്തീയ വിശ്വാസം സ്വീകരിച്ചിരിക്കുന്നവരെ ഒറ്റിക്കൊടുക്കുക, അവരെ ഏൽപ്പിച്ചു കൊടുക്കുക, അവരെ കൊല്ലാൻ ഏൽപ്പിച്ചു കൊടുക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. യഹൂദന്മാർക്കുമൊക്കെ ആ കാര്യം ഉണ്ടായിരുന്നു. അവരുടെ മതം വിട്ടു പോയ ആളുകൾ, ക്രിസ്തുമതം സ്വീകരിച്ച ആളുകളെ കൊല്ലിക്കുവാനൊന്നും അവർക്ക് തടസ്സം ഒന്നും ഉണ്ടായിരുന്നില്ല. നാം ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സത്യം എല്ലായ്പ്പോഴും കുടുംബത്തിലോ ദേശത്തോ ഒക്കെ ഛിദ്രമുണ്ടാക്കും. നാം സത്യത്തിന് വേണ്ടി നിൽക്കുമ്പോൾ എല്ലാവരും നമുക്ക് അനുകൂലമായിരിക്കും, നമ്മളെ എല്ലാവരും അഭിനന്ദിക്കും, അംഗീകരിക്കും എന്നൊരിക്കലും നമുക്ക് ചിന്തിക്കാൻ സാധ്യമല്ല. സത്യം എല്ലായ്പ്പോഴും ഡിവിഷൻ ഉണ്ടാക്കും, അവിടെ ചില ഭിന്നതകൾ ഉണ്ടാക്കും. എങ്കിലും നാം സത്യത്തിൻ്റെ പക്ഷത്ത് നിന്നാൽ ദൈവം നമ്മെ പിന്താങ്ങും, സപ്പോർട്ട് ചെയ്യും എന്നാണ് അതിൻ്റെ അർത്ഥം. 13-ാം വാക്യം നോക്കുക. എൻ്റെ നാമനിമിത്തം എല്ലാവരും നിങ്ങളെ പകയ്ക്കും. ഇത് എല്ലാ കാലത്തും സത്യമായിരിക്കുന്ന ഒരു കാര്യമാണ്. ക്രിസ്തുവിന് വേണ്ടി, ക്രിസ്തുവിൻ്റെ സാക്ഷ്യത്തിന് വേണ്ടി ആരെങ്കിലും നേരെ നിന്നാൽ അവർക്ക് എല്ലാവരും അംഗീകാരവും സ്വീകരണവും അല്ല കൊടുക്കുന്നത്. അവരെ എല്ലാവരും ദ്വേഷിക്കും, ഉപദ്രവിക്കും, ഹേറ്റ് ചെയ്യും, പകയ്ക്കും എന്നാണ് യേശു പറഞ്ഞത്. നമ്മെ മറ്റുള്ളവർ പകയ്ക്കുന്നില്ല എങ്കിൽ, നമ്മുടെ വിശ്വാസം സംബന്ധിച്ച് എല്ലാവരും നല്ലത് പറയുകയാണ്, എല്ലാവരും നമ്മെ അഭിനന്ദിക്കുകയാണെങ്കിൽ ഒരു ചോദ്യചിഹ്നം ഇട്ടുകൊള്ളണം. എൻ്റെ വിശ്വാസമൊക്കെ ശരിയാണോ? ഞാൻ ക്രിസ്തുവിനെ ശരിയായിട്ടും പ്രകടിപ്പിക്കുന്നുണ്ടോ എന്ന് നാം ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. ക്രിസ്തുവിന് വേണ്ടി ഉപദ്രവങ്ങളും പീഡനങ്ങളും സഹിക്കുമ്പോൾ നാം സന്തോഷിക്കുവാനായിട്ടും യേശു പറഞ്ഞിട്ടുണ്ട്. അതുപോലെ അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. ആ വാക്ക് തെറ്റായിട്ട് മനസ്സിലാക്കരുത്. രക്ഷിക്കപ്പെടാനുള്ള മാർഗം അവസാനത്തോളം സഹിച്ചു പിടിച്ചു നിൽക്കുക എന്നുള്ളതല്ല. യേശു പറഞ്ഞതിൻ്റെ അർത്ഥം, നിങ്ങൾ രക്ഷിക്കപ്പെട്ടു എന്നുള്ളതിൻ്റെ അടയാളമാണ് നിങ്ങൾ അവസാനത്തോളം സഹിച്ചു നിൽക്കും എന്നുള്ളത്. നിങ്ങളുടെ രക്ഷ, നിങ്ങളുടെ വീണ്ടും ജനനം അത് സത്യമാണെങ്കിൽ, അത് ജനുവിനാണെങ്കിൽ നിങ്ങൾ അവസാനത്തോളം ക്രിസ്തുവിന് വേണ്ടി സഹിച്ചു നിൽക്കും എന്ന അർത്ഥത്തിലാണ് നാം അത് ഗ്രഹിക്കേണ്ടത്. Those who are truly born again, those who are really saved will endure till the end. അവസാനത്തോളം അവർ സഹിച്ചു നിൽക്കും. അതൊരു തെളിവായിട്ട് നമുക്ക് എടുക്കാം. അടുത്ത ഭാഗത്തേക്ക് പോകാം. 14 മുതൽ 18 വരെയുള്ള വചനങ്ങളിൽ ഉപദ്രവങ്ങളൊക്കെയും വരുമ്പോൾ, പീഡനങ്ങൾ വരുമ്പോൾ നിങ്ങൾ ഓടി രക്ഷപ്പെട്ടുകൊള്ളുവീൻ എന്ന് ആണ് യേശു ഇവിടെ പറയുന്നത്. പ്രത്യേകിച്ചും ഇത് ഈ 13-ാം അധ്യായത്തിലുള്ള ഈ ഭാവിയെക്കുറിച്ച് യേശു പറയുന്ന കാര്യങ്ങൾ തൻ്റെ ഇനിയും വരാൻ പോകുന്ന മടങ്ങി വരവിനെക്കുറിച്ചും, കൂടാതെ ആ കാലത്ത് തന്നെ AD 70 സംഭവിക്കാൻ പോകുന്ന യെരുശലേമിനെ നശിപ്പിക്കുകയും ഈ യഹൂദന്മാരെ എല്ലാ രാജ്യങ്ങളിലേക്കും ചിതറിക്കുകയും ചെയ്യുന്ന ഒരു പീഡനം തൊട്ടടുത്ത് വരാനായിട്ടുണ്ട്. യേശു പറഞ്ഞതിൻ്റെ അടുത്ത് ചില വർഷങ്ങൾക്കുള്ളിൽ അത് സംഭവിച്ചു. അതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. യഹൂദ്യദേശത്തുള്ള നിങ്ങളൊക്കെയും, നിങ്ങളുടെ ഇടയിൽ വലിയ പീഡനം വരാൻ പോവുകയാണ്, നിങ്ങൾ ഓടി രക്ഷപ്പെട്ടുകൊള്ളണം. ആ കാര്യമാണ് ഇവിടെ പറയുന്നത്. പെട്ടെന്ന് സ്പീഡായിട്ട് നിങ്ങൾ ഓടി രക്ഷപ്പെട്ടുകൊള്ളണം. 14-ാം വാക്യം നോക്കുക. എന്നാൽ ശൂന്യവാക്കുന്ന മ്ലേച്ഛത നിൽക്കരുതാത്ത സ്ഥലത്ത് നിൽക്കുന്നത് നിങ്ങൾ കാണുമ്പോൾ വായിക്കുന്നവൻ ചിന്തിച്ചു കൊള്ളട്ടെ. അവിടെ വായിക്കുന്നവൻ ചിന്തിച്ചു കൊള്ളട്ടെ എന്ന് അത് യേശു പറഞ്ഞതല്ല, അത് ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുകയാണ്. ആ പറഞ്ഞു വരുന്നതിനിടയ്ക്ക് മർക്കോസ് തന്നെ കയറി അങ്ങോട്ട് പറയുകയാണ്, നിങ്ങൾ വായനക്കാരായ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു കൊള്ളണം എന്ന് പറയുന്നതായിട്ടാണ് അവിടെ പറയുന്നത്. യഹൂദ്യദേശത്ത് ഉള്ളവർ മലകളിലേക്ക് ഓടിപ്പോകട്ടെ, നിങ്ങൾ കുന്നിന്മേൽ ഓടിപ്പോകട്ടെ. വീട്ടിന്മേൽ ഇരിക്കുന്നവൻ 3 തരത്തിലുള്ളവരോട് പറയുന്നു, നിങ്ങൾ യഹൂദ്യദേശത്തുള്ളവർ മലകളിലേക്ക് ഓടിപ്പോകട്ടെ. വീട്ടിന്മേലിരിക്കുന്നവർ, അതായത് വീടിൻ്റെ ടെറസിൽ മട്ടുപ്പാവിലിരിക്കുന്നവർ അകത്തേക്ക് ഇറങ്ങിപ്പോയി സാധനങ്ങൾ എടുക്കാൻ പോകരുത്, നേരെ ഓടി രക്ഷപ്പെട്ടുകൊള്ളുക, വലിയ നാശം വരാൻ പോകുന്നു. 16-ാം വാക്യം, വയലിൽ ഇരിക്കുന്നവൻ വസ്ത്രം എടുക്കാനായിട്ട് വീട്ടിലേക്ക് മടങ്ങിപ്പോകരുത്, അതും നിങ്ങൾക്ക് ദോഷമാണ്. ഇങ്ങനെയുള്ള വലിയ ആപത്ത് വരുമ്പോൾ, പീഡനങ്ങൾ മുമ്പിൽ കാണുമ്പോൾ നിങ്ങൾ ഓടി രക്ഷപ്പെട്ടുകൊള്ളണം. 17-ാം വാക്യവും 18-ാം വാക്യവും നോക്കിയാൽ അവിടെയും ചില നിർദ്ദേശങ്ങൾ പറയുന്നു. ഗർഭിണികൾക്കും മുല കുടിപ്പിക്കുന്ന അമ്മമാർക്കും ഒക്കെ അയ്യോ കഷ്ടം. അങ്ങനെയുള്ളവരെ സംബന്ധിച്ച് സ്ത്രീകൾക്ക് കുഞ്ഞുങ്ങളെ എടുത്തുകൊണ്ടൊന്നും വളരെ സ്പീഡായിട്ട് ഓടി രക്ഷപ്പെടുവാൻ പറ്റുകയില്ല, നിങ്ങളുടെ കാര്യം കുറച്ച് ബുദ്ധിമുട്ടാണ് എന്ന്
സങ്കടത്തോടെ യേശു പറയുകയാണ്. അതുപോലെ ശീതകാലത്ത് ഇങ്ങനെയുള്ള ഒരു ഉപദ്രവം ഉണ്ടായാൽ അതും വലിയ ബുദ്ധിമുട്ടാണ്. വലിയ തണുപ്പുള്ള സമയത്ത് ഓടി രക്ഷപ്പെടുവാനും ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കുഞ്ഞുങ്ങളെ എല്ലാം കൊണ്ട് പോകാൻ പ്രയാസമുണ്ട്. നമുക്ക് അറിയാൻ കഴിയും AD 70 ഈ പറഞ്ഞ കാര്യങ്ങൾ യഹൂദ്യ ദേശത്ത് സംഭവിച്ചു. ആളുകൾക്ക് ജീവനും കൊണ്ട് ഓടിപ്പോകേണ്ടി വന്നു. വലിയ പീഡനങ്ങളുണ്ടായി എന്നൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ആ കാര്യങ്ങൾ ഈ പറഞ്ഞ 14 മുതൽ 18 വരെയുള്ള വചനങ്ങളിലെ കാര്യങ്ങൾ മിക്കവാറും അത് നിവൃത്തിയായ കാര്യങ്ങളാണ്. AD 70 യെരുശലേം പിടിക്കപ്പെട്ടു. അതിനെ തീ വെച്ച് നശിപ്പിച്ചു. റോമൻ ഗവൺമെൻറ്റാണ് അത് ചെയ്തത്. എന്നിട്ട് യഹൂദന്മാരെ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും അവർ ചിതറിപ്പോയി. അതൊരു ചരിത്ര സത്യമാണ്. അവിടെ ഈ വചനങ്ങൾ അവിടെ നിവൃത്തിയായി. ഒന്ന് രണ്ട് കാര്യങ്ങൾ അതിനെക്കുറിച്ച് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. 14-ാം വാക്യം നോക്കുക. അബോമിനേഷൻ ഓഫ് ഡെസോലേഷൻ, ശൂന്യമാക്കുന്ന മ്ലേച്ഛത എന്ന വാക്ക് അവിടെ പറഞ്ഞിട്ടുണ്ട്. അത് ദൈവാലയത്തെ മലിനമാക്കുന്ന കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. യെരുശലേമിലെ ദൈവാലയത്തെ വിജാതീയരായ ആളുകൾ വന്ന് ചവിട്ടി നശിപ്പിക്കുകയും അതിനെ അശുദ്ധമാക്കുകയും ഒക്കെ ചെയ്യുന്നതാണ് ഈ അബോമിനേഷൻ ഓഫ് ഡെസോലേഷൻ എന്ന് പറയുന്നത്. ദൈവാലയത്തിൽ വിജാതീയർ വന്ന് അവിടെ ചവിട്ടുമ്പോൾ ആലയം തന്നെ അശുദ്ധമായി പോകുന്നു, അത് മ്ലേച്ഛമായി പോകുന്നു. 3 സമയത്തായിട്ട് ഈ യെരുശലേം ദേവാലയത്തിൽ ഈ സംഭവം ഉണ്ടായി. അതായത് ശൂന്യമാക്കുന്ന മ്ലേച്ഛതയുടെ അനുഭവം 3 പ്രാവശ്യം ഉണ്ടായതായിട്ട് ചരിത്രത്തിൽ കാണാം. ഒന്നാമത്തെ സംഭവം BC 597 നെബൂഖദ്നേസർ രാജാവ് വന്ന് ബാബിലോന്യ സൈന്യവുമായിട്ട് വന്ന് യെരുശലേം ദൈവാലയത്തെ നശിപ്പിച്ചു. എന്നിട്ട് ആലയത്തെ കൊള്ളയടിച്ചു. ആലയത്തിലുണ്ടായിരുന്ന എല്ലാ പാത്രങ്ങളും, സ്വർണ്ണപാത്രങ്ങളും വെള്ളിപ്പാത്രങ്ങളും മറ്റ് എല്ലാ കാര്യങ്ങളും, അവിടെ കണ്ട താമ്രവും ഇരുമ്പും എല്ലാമായിട്ട് അവർ ബാബിലോണിലേക്ക് കൊണ്ടുപോയി. അതാണ് ഒന്നാമത്തെ സംഭവം. അവിടെ ദൈവാലയത്തെ ശൂന്യമാക്കി, അതിനെ മ്ലേച്ഛമാക്കി, അതിനെ അശുദ്ധമാക്കി കളഞ്ഞു. രണ്ടാമത്തെ സംഭവം BC ക്രിസ്തുവിന് മുമ്പ് 168 സംഭവിച്ചത്. അന്ന് അന്റിയോക്കസ് എപ്പിഫാനസ് എന്ന ചക്രവർത്തി, ആ രാജാവ് വളരെ ക്രൂരനായ രാജാവായിരുന്നു. അന്റിയോക്കസ് എപ്പിഫാനസ് വന്ന് യെരുശലേം ദേവാലയത്തെ നശിപ്പിച്ചു. എന്ന് മാത്രമല്ല, യഹൂദന്മാരെ ധാരാളം പേരെ കൊന്നുകളഞ്ഞു. അവിടെ യെരുശലേം ദേവാലയത്തിനകത്തുണ്ടായിരുന്ന ആ യാഗപീഠത്തിന്മേൽ അശുദ്ധ മൃഗമായ പന്നിയെ യാഗമർപ്പിച്ചു. അത്രയധികം അതിനെ മ്ലേച്ഛമാക്കി അശുദ്ധമാക്കി കളഞ്ഞു എന്നാണ് ചരിത്രം പറയുന്നത്. അങ്ങനെ BC 168 ഈ ശൂന്യമാക്കുന്ന മ്ലേച്ഛതയുടെ ആ സംഭവം ദൈവാലയത്തിൽ ഉണ്ടായി. അതിനുശേഷം നാം പറഞ്ഞതുപോലെ AD 70 റോമൻ ഗവൺമെൻറ്റിൻ്റെ ജനറലായിരുന്ന ടൈറ്റസ് വന്ന് യെരുശലേം ദൈവാലയത്തെ ഇടിച്ച് നശിപ്പിച്ചു, തീ വെച്ചു. എന്നിട്ട് ആ ആലയം ഇരുന്ന സ്ഥലത്ത് ഒരു വിഗ്രഹം അവിടെ സ്ഥാപിച്ചു. ആലയത്തെ ചുട്ടുകളഞ്ഞ ശേഷം അവിടെ ഒരു പ്രതിമ, ഒരു വിഗ്രഹം സ്ഥാപിച്ചു. ഇതൊക്കെ ചരിത്ര സംഭവങ്ങളാണ്. ഈ 3 കാര്യങ്ങളിലും 3 സംഭവങ്ങളിലും കൂടെ ശൂന്യമാക്കുന്ന മ്ലേച്ഛത യെരുശലേമിൽ സംഭവിച്ചു. എന്നാൽ ഇനിയും സംഭവിക്കാൻ പോകുന്നുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് ഇനിയും നോക്കാം. ദാനിയേലിൻ്റെ പുസ്തകം 9-ാം അധ്യായം 27-ാം വചനം നമുക്ക് വായിക്കാം. ഡാനിയേൽ 9:27 വായിക്കാം. അവൻ ഒരാഴ്ചവട്ടത്തേക്ക് പലരോടും നിയമത്തെ കഠിനമാക്കും. ആഴ്ചവട്ടത്തിന്റെ മധ്യേ അവൻ ഹനനയാകവും ഭോജനയാകവും നിർത്തലാക്കി കളയും. മ്ലേച്ഛതകളുടെ ചിറകിന്മേൽ ശൂന്യമാക്കുന്നവൻ വരും. നിർണയിക്കപ്പെട്ടിരിക്കുന്ന സമാപ്തിയോളം ശൂന്യമാക്കുന്നവന്റെ മേൽ കോപം ചൊരിയും. ഇത് ദാനിയേലിന്റെ പ്രവചനത്തിൽ വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചും 70 ആഴ്ചവട്ടം ഇസ്രായേൽ ജനങ്ങൾക്ക് നിയമിക്കപ്പെട്ടിരിക്കുന്നു. 70-ാമത്തെ ഒരാഴ്ചവട്ടം, അതായത് 7 വർഷം, അന്ന് എതിർ ക്രിസ്തുവിൻ്റെ വരവിനെക്കുറിച്ചും അവൻ കൊണ്ടുവരാൻ പോകുന്ന പീഡനങ്ങളെക്കുറിച്ചും ഒക്കെ ആണ് ഈ പ്രവചനത്തിൽ പറയുന്നത്. അന്ന് ആഴ്ചവട്ടത്തിൻ്റെ മധ്യേ 3.5 വർഷം കഴിയുമ്പോൾ അവൻ ഹനനയാകവും ഭോജനയാകവും നിർത്തലാക്കി കളയും. അത് എതിർ ക്രിസ്തുവിനെ കുറിച്ചാണ് സൂചിപ്പിക്കുന്നത്. ഇനി വരാൻ പോകുന്ന കാര്യങ്ങളാണ്. മ്ലേച്ഛതകളുടെ ചിറകിന്മേൽ ശൂന്യമാക്കുന്നവൻ വരും. ഈ കാര്യങ്ങളൊക്കെ ഇനി സംഭവിക്കാൻ പോകുന്ന കാര്യമാണ്. എതിർ ക്രിസ്തുവിനെ കുറിച്ചും മറ്റുമാണ് പറയുന്നത്. ഇനി ദാനിയേൽ 11-ാം അധ്യായം 30-31 വാക്യങ്ങൾ വായിക്കാം. കിത്തീം കപ്പലുകൾ അവന്റെ നേരെ വരും. അതുകൊണ്ട് അവൻ വ്യസനിച്ച് മടങ്ങിച്ചെന്ന് വിശുദ്ധ നിയമത്തിന് നേരെ ക്രുദ്ധിച്ച് പ്രവർത്തിക്കും. അവൻ മടങ്ങിച്ചെന്ന് വിശുദ്ധ നിയമത്തെ ഉപേക്ഷിക്കുന്നവരെ ആദരിച്ചുകൊള്ളും. അവൻ അയച്ച സൈന്യങ്ങൾ അണിനിരന്ന വിശുദ്ധ മന്ദിരമായ കോട്ടയെ അശുദ്ധമാക്കി നിരന്തര ഹോമം നിർത്തൽ ചെയ്ത്
ശൂന്യമാക്കുന്ന മ്ലേച്ഛ ബിംബത്തെ പ്രതിഷ്ഠിക്കും. ഇത് ഒരുപക്ഷെ സംഭവിച്ച കാര്യമാകാം, അല്ലെങ്കിൽ ഇനി സംഭവിക്കാനുള്ളതാകാം. ഇവിടെ വലിയ യുദ്ധങ്ങൾ നടക്കുന്നതിനെക്കുറിച്ചും ഒക്കെ പറയുന്നുണ്ട്. ഇതിനകത്ത് ആൻറ്റിയോക്കസ് എപ്പിഫാനസിൻ്റെ സംഭവം ഇതിനകത്ത് വരാൻ സാധ്യതയുണ്ട്. നമുക്ക് കൃത്യമായിട്ട് പറയാൻ സാധ്യമല്ല. എങ്കിലും ദൈവാലയത്തെ മ്ലേച്ഛമാക്കുന്ന പല സംഭവങ്ങളും ഉണ്ട് എന്നാണ് ഇതുകൊണ്ട് നാം മനസ്സിലാക്കുന്നത്. ഓക്കെ, ഇങ്ങനെയുള്ള പ്രതിസന്ധികൾ വരുമ്പോൾ ദൈവജനം ഓടി രക്ഷപ്പെട്ടുകൊള്ളട്ടെ, പ്രത്യേകിച്ചും ഇസ്രായേൽ ദേശത്ത് താമസിക്കുന്നവർ ഓടി രക്ഷപ്പെട്ടുകൊള്ളട്ടെ എന്നാണ് കർത്താവ് അവരോട് പറഞ്ഞത്. അന്ന് കേൾവിക്കാരായ ആളുകൾക്ക് അത് കുറച്ചുകൂടെ ബാധകമായിരുന്നു ഈ പറഞ്ഞ കാര്യങ്ങൾ. നമുക്ക് മൂന്നാം ഭാഗത്തേക്ക് പോകാം. അത് 19 വാക്യം മുതൽ 19 മുതൽ 23 വരെയുള്ള വചനങ്ങളാണ്. അവിടെ മഹാപീഡന കാലത്തെക്കുറിച്ചാണ് യേശു സൂചിപ്പിക്കുന്നത്. അത് ഇനിയും വരാൻ പോകുന്ന, നമ്മുടെ ഈ തലമുറയ്ക്കൊക്കെ മുമ്പിലായിട്ട് ഇനിയും വരാൻ പോകുന്നതാണ് മഹാപീഡന കാലം, ദ ഗ്രേറ്റ് ട്രിബുലേഷൻ. അതിനെക്കുറിച്ച് നാം വായിക്കുന്നു. ആ നാളുകൾ ദൈവം സൃഷ്ടിച്ച സൃഷ്ടിയുടെ ആരംഭം മുതൽ ഇന്ന് വരെ സംഭവിച്ചിട്ടില്ലാത്തതും ഇനിമേൽ സംഭവിക്കാത്തതുമായ കഷ്ടകാലം ആകും. നോക്കുക, അതൊരു വളരെ യുണീക്കായ, അനന്യമായ, എന്ന് വെച്ചാൽ ഇന്ന് വരെ സംഭവിച്ചിട്ടില്ലാത്ത വലിയ കഷ്ടകാലമാണ് ഇനിയും സംഭവിക്കാൻ പോകുന്നത്. ഇനി വരാൻ പോകുന്ന ഈ മഹാപീഡനകാലം മുമ്പ് ഈ പറഞ്ഞ കാര്യങ്ങളെക്കാളൊക്കെ അപ്പുറത്തായിരിക്കുന്ന ഒരു വലിയ പീഡനങ്ങൾ ഇനിയും വരുന്നുണ്ട്. കർത്താവ് നാളുകളെ ചുരുക്കിയിട്ടില്ലെങ്കിൽ ഒരു ജഡവും രക്ഷിക്കപ്പെടുകയില്ല. താൻ തിരഞ്ഞെടുത്ത വൃതന്മാർ നിമിത്തമോ ആ നാളുകളെ ചുരുക്കിയിരിക്കുന്നു. ഇത് വളരെ കാഠിന്യമേറിയ ഒരു പീഡനകാലത്തെക്കുറിച്ചാണ് ഇനി വരാൻ പോകുന്ന ഈ ട്രിബുലേഷനെക്കുറിച്ച് കർത്താവ് ഇവിടെ പ്രവചിക്കുന്നത്. 20 വാക്യം നോക്കുക. അവിടെ പറയുന്നു, വൃതന്മാരെക്കുറിച്ച് പറയുന്നു. ദൈവം തെരഞ്ഞെടുത്ത, ദൈവം രക്ഷിച്ച തൻ്റെ ജനത്തെക്കുറിച്ചാണ് വൃതന്മാർ അഥവാ എലക്റ്റ് എന്ന് പറഞ്ഞിരിക്കുന്നു. അതിനെക്കുറിച്ച്, ഈ ദൈവം നമ്മെ തെരഞ്ഞെടുത്ത ആ തെരഞ്ഞെടുപ്പിനെക്കുറിച്ച് 2 വചനങ്ങൾ നമുക്ക് വായിക്കാം. ആദ്യം റോമർ 8 അധ്യായം 29 30 വാക്യങ്ങൾ വായിക്കുമ്പോൾ ദൈവം നമ്മെ തെരഞ്ഞെടുത്ത ആ തെരഞ്ഞെടുപ്പിനെക്കുറിച്ച് വായിക്കാം. അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻ നിയമിച്ചുമിരിക്കുന്നു. മുൻ നിയമിച്ചവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തേജസ്കരിച്ചും ഇരിക്കുന്നു. അതെ, ഇവിടെ നാം വായിച്ചത് ദൈവം മുന്നറിഞ്ഞവരെ മുൻ നിയമിച്ചിരിക്കുന്നു, അവരെ വിളിച്ചിരിക്കുന്നു, നീതീകരിച്ചിരിക്കുന്നു, തേജസ്കരിച്ചിരിക്കുന്നു. അത് ദൈവമക്കളായ നമ്മുടെ അനുഭവമാണ്. നമ്മെയാണ് ദൈവം വളരെ മുന്നമേ തൻ്റെ മനസ്സിൽ നിയമിച്ചു, നമ്മെ വിളിച്ചു, അവൻ നമ്മെ തിരഞ്ഞെടുത്തു, നീതീകരിച്ച് ഈ രീതിയിൽ ദൈവമക്കളാക്കി നമ്മെ നിർത്തിയിരിക്കുന്നു. അത് ദൈവത്തിൻ്റെ ഒരു വലിയ കരുണയാണ്. ഇനിയും എഫേസ്യർ 1 അധ്യായം 4, 5, 6 വാക്യങ്ങൾ കൂടെ വായിക്കാം. അവിടെയും നമ്മുടെ തിരഞ്ഞെടുപ്പിനെ കുറിച്ച് പൗലോസ് പറയുന്നു. വായിക്കാം. നാം തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിനു മുമ്പേ നമ്മെ അവനിൽ തിരഞ്ഞെടുക്കുകയും തിരുഹിതത്തിന്റെ പ്രസാദപ്രകാരം യേശുക്രിസ്തു മുഖാന്തരം നമ്മെ ദത്തെടുക്കേണ്ടതിന് അവൻ പ്രിയനായനിൽ നമുക്ക് സൗജന്യമായി നൽകിയ തന്റെ കൃപാമഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായി സ്നേഹത്തിൽ നമ്മെ മുൻ നിയമിക്കുകയും ചെയ്തുവല്ലോ. ഇവിടെ ശ്രദ്ധിക്കുക, ഈ വചനങ്ങളിലും ദൈവം നമ്മെ മുൻ നിയമിച്ചു, നമ്മെ തെരഞ്ഞെടുത്തു, തൻ്റെ കൃപയാൽ നമ്മെ തെരഞ്ഞെടുത്തു, യേശുക്രിസ്തുവിൽ കൂടെ, പ്രിയനായവനിൽ കൂടി സൗജന്യമായി നമുക്ക് കൃപാമഹത്വം നൽകി നമ്മെ ദൈവമക്കളാക്കി തിരഞ്ഞെടുത്ത് ഈ രീതിയിൽ നമ്മെ ആക്കിയിരിക്കുന്നു. അതോർത്ത് നമുക്ക് ദൈവത്തിനും സ്തോത്രം ചെയ്യുവാൻ, നന്ദി പറയുവാൻ ധാരാളമുണ്ട്. നമുക്ക് ദൈവത്തിന് മഹത്വം അർപ്പിക്കാം. ദൈവത്തിൻ്റെ മഹാകരുണയെ, കമ്പാഷനെയാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഡിവൈൻ കമ്പാഷൻ. ദൈവത്തിൻ്റെ ശിക്ഷയ്ക്ക് പാത്രീഭൂതരായ മാനവജാതിയോടുള്ള ദൈവത്തിൻ്റെ ആ കമ്പാഷനാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. 21, 22, 23 വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ മടങ്ങിവരവിൻ്റെ ആ കാലത്തെ സംഭവങ്ങളെക്കുറിച്ചും അതിൻ്റെ അടയാളത്തെക്കുറിച്ചും ഇവിടെ പറയുന്നു. അന്ന് ആരെങ്കിലും നിങ്ങളോട് ഇതാ ക്രിസ്തു ഇവിടെ എന്നോ അതാ അവിടെ എന്നോ പറഞ്ഞാൽ വിശ്വസിക്കരുത്. അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് വരുന്ന കള്ളക്രിസ്തുക്കൾ, അത് അന്ത്യനാളിൻ്റെ ഒരു അടയാളമാണ്. ഫോൾസ് ക്രൈസ്റ്റ് ആൻഡ് ഫോൾസ് പ്രോഫറ്റ്സ്. അത്ഭുതങ്ങളോ അടയാളങ്ങളോ ഒക്കെ പ്രവർത്തിച്ച് വൃതന്മാരെ പോലും തെറ്റിക്കാനായി അടയാളങ്ങൾ കാണിക്കുന്ന, അത്ഭുതങ്ങൾ കാണിക്കുന്ന ആളുകളെക്കുറിച്ചാണ്, അങ്ങനെയുള്ള കള്ളപ്രവാചകന്മാരെക്കുറിച്ചാണ് ഇവിടെ യേശു
നമ്മെ മുന്നറിയിക്കുന്നത്. ഓക്കെ, നമ്മുടെ ജീവിതത്തിലും നമ്മുടെ നാട്ടിലും ഈ കാലഘട്ടത്തിലും ഒക്കെയും നാം ഈ കാര്യം മനസ്സിൽ വെച്ചുകൊള്ളണം. എല്ലാ പ്രസംഗികളെയും എല്ലാ പ്രവാചകന്മാരെയും നാം വിശ്വസിക്കാൻ പാടില്ല. അവരെ പരിശോധിക്കണം, അവരെ ചെക്ക് ചെയ്യണം. അവർ പറയുന്നത് ബൈബിളിലുള്ള പൂർണ്ണമായ ഉപദേശമാണോ അവർ പറയുന്നത്, അതോ ബൈബിളിൽ നിന്ന് അവർക്ക് ഇഷ്ടമുള്ള ഒരു ഭാഗം മാത്രം എടുത്താണോ അവർ പഠിപ്പിക്കുന്നത് എന്ന് നാം നമ്മോട് തന്നെ ചോദിക്കണം. കാരണം പൂർണ്ണ ബൈബിൾ ആണ് ഒരുവനെ പൂർണ്ണ വിശ്വാസിയാക്കി ക്രിസ്ത്യാനിയാക്കി മാറ്റുന്നത്. അതുകൊണ്ട് ബൈബിളിൻ്റെ എല്ലാ ഭാഗങ്ങളും അവർ എടുക്കുന്നുണ്ടോ, പഠിപ്പിക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കണം. അതുപോലെ തന്നെ അവർ പഠിപ്പിക്കുന്ന വിഷയങ്ങൾ ബൈബിളിലെ മറ്റു ഭാഗങ്ങളുമായിട്ടും ഒത്തുപോകാത്തവയാണോ, കോൺട്രഡിക്റ്റ് ചെയ്യുന്നവയാണോ, ചേരാത്തവയാണോ എന്ന് നാം പരിശോധിക്കേണ്ടത് ആവശ്യമാണ്. മൂന്നാമത്, അനേകം കള്ളപ്രവാചകന്മാർ എഴുന്നേറ്റ് വരാറുണ്ട്. അവരൊക്കെയും ക്രിസ്തുവിനെ അല്ല, തങ്ങളെ തന്നെ മഹത്വപ്പെടുത്തുകയും ഉയർത്തുകയും ചെയ്യുന്നവരാണ് എന്ന് കാണാൻ കഴിയും. അനേകം പേര് നമ്മുടെ ഈ നാട്ടിലുമൊക്കെയും തങ്ങളെ തന്നെ ഉയർത്തുകയും തങ്ങൾക്ക് ബഹുമാനം സ്വീകരിക്കുകയും തങ്ങളെ വലിയവരാക്കുകയും ഒക്കെ ചെയ്യുന്നത് കാണാറുണ്ട്. അങ്ങനെയൊക്കെ വരുമ്പോൾ നാം സൂക്ഷിച്ച് ഒഴിയേണ്ടത് ആവശ്യമാണ്. തങ്ങളെ തന്നെ ഉയർത്തുന്ന കള്ളപ്രവാചകനെക്കുറിച്ച്, ഇനിയും വരാൻ പോകുന്ന അന്തിക്രിസ്തുവിനെക്കുറിച്ച് നമുക്ക് വായിക്കാം. 2 തെസ്സലോനിക്കർ 2-ാം അധ്യായം 4-ാം വചനം അതിനി വരാൻ പോകുന്ന കാര്യമാണ്. നമുക്ക് വായിക്കാം. അവൻ ദൈവാലയത്തിൽ ഇരുന്നു കൊണ്ട് ദൈവം എന്ന് നടിച്ച് ദൈവമെന്നോ പൂജാ വിഷയം എന്നോ പേരുള്ള സകലത്തിനും മീതെ തന്നെത്താൻ ഉയർത്തുന്ന എതിരാളി അത്രേ. സകലത്തിനും മീതെ, ദൈവത്തിനും മീതെ തന്നെത്താൻ ഉയർത്തുന്ന എതിരാളിയാണ് എതിർ ക്രിസ്തു എന്ന് ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നു. നമ്മെ തന്നെ ഉയർത്തുമ്പോൾ, ക്രിസ്തുവിൻ്റെ മഹത്വം നാം കവർന്നെടുക്കുമ്പോൾ സത്യത്തിൽ സംഭവിക്കുന്നത് നാം നമ്മെ തന്നെ ഉയർത്തുകയാണ്. ആ ദൈവത്തിന് എതിരാളിയായിട്ട് നാം നിൽക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടെല്ലാം നമ്മുടെ ജീവിതത്തിൽ എല്ലാ സാഹചര്യങ്ങളിലും എപ്പോഴും എല്ലാ മഹത്വവും ദൈവത്തിന് കൊടുക്കുവാൻ നാം മനസ്സ് വെച്ച് മുമ്പോട്ട് പോകേണ്ടത് ആവശ്യമാണ്. നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം. 4-ാമത്തെ ചെറിയ ഭാഗം ക്രിസ്തുവിൻ്റെ 2-ാം വരവിനെക്കുറിച്ച് യേശു മുന്നറിയിക്കുന്ന ഭാഗമാണ്. മർക്കോസിൻ്റെ സുവിശേഷം 13-ാം അധ്യായം 24 മുതൽ 27 വരെയുള്ള 4 വചനങ്ങളിൽ ക്രിസ്തുവിൻ്റെ വരവിനോടനുബന്ധിച്ച് നടക്കേണ്ടുന്ന ചില കാര്യങ്ങളെക്കുറിച്ചും തൻ്റെ 2-ാം വരവിനെക്കുറിച്ചും യേശു അവിടെ പറയുന്നു. അതെല്ലാം കൂടെ ചേർത്ത് നമ്മൾ വായിക്കുമ്പോൾ ചില കാര്യങ്ങൾ കാണാൻ സാധിക്കും. നോക്കുക, 26-ാം വാക്യം നോക്കിയാൽ, അപ്പോൾ മനുഷ്യപുത്രൻ വരുന്നത് അവർ കാണും എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ എപ്പോൾ എന്ന് നാം ചോദിക്കണം. അതായത് 24, 25 വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്ക് ശേഷം, അതാണ് അപ്പോൾ എന്ന് പറയുന്നത്. ആ കാര്യങ്ങൾ നടക്കുമ്പോൾ എന്താണ് 24, 25 വാക്യങ്ങളിൽ പറയുന്നത്? എങ്കിലോ ആ കാലത്തിലെ കഷ്ടം കഴിഞ്ഞ ശേഷം സൂര്യൻ ഇരുണ്ടുപോകും, ചന്ദ്രൻ പ്രകാശം കൊടുക്കാതിരിക്കും, ആകാശത്ത് നിന്ന് നക്ഷത്രങ്ങൾ വീണുകൊണ്ടിരിക്കും, ആകാശത്തിലെ ശക്തികൾ ഇളകിപ്പോകും. ഇതൊക്കെയും വലിയ സംഭവങ്ങൾ നടക്കും. ആ നടക്കുന്ന സമയത്ത് എതിർ ക്രിസ്തുവിൻ്റെ 3.5 വർഷത്തെ ആ പീഡനങ്ങൾ, അതായത് ആ കാലത്തെ കഷ്ടത കഴിഞ്ഞ ശേഷം, ആഫ്റ്റർ ദ ട്രിബുലേഷൻ, ആ പീഡനങ്ങൾ കഴിഞ്ഞ ശേഷമാണ് അപ്പോൾ മനുഷ്യപുത്രൻ വലിയ ശക്തിയോടും തേജസ്സോടും കൂടെ മേഘങ്ങളിൽ ഇറങ്ങി വരുന്നത് അവർ കാണും. ഇതാണ് നമ്മുടെ കർത്താവിൻ്റെ 2-ാം വരവെന്ന് പറയുന്നത്. അത് മഹോപദ്രവകാലത്തിൻ്റെ ആദ്യ ഭാഗമായ 3.5 വർഷത്തിന് ശേഷം സംഭവിക്കുമെന്നാണ് ഈ ഭാഗം നാം പഠിച്ചാൽ മനസ്സിലാകുന്നു. ആദ്യം ആ കാലത്തിലെ കഷ്ടത, 24-ാം വാക്യത്തിൽ ആ കഷ്ടത കഴിഞ്ഞ ശേഷം ചില കാര്യങ്ങൾ സംഭവിക്കും. അതിനുശേഷം അപ്പോൾ 26-ാം വാക്യം, മനുഷ്യപുത്രൻ വലിയ ശക്തിയോടും തേജസ്സോടും കൂടെ മേഘങ്ങളിൽ വരുന്നത് അവർ കാണും. നമ്മുടെ കർത്താവ് താൻ വാഗ്ദത്തം ചെയ്തതുപോലെ താൻ എപ്രകാരം മേഘങ്ങളിൽ കയറിപ്പോയോ, എടുക്കപ്പെട്ടുവോ, അതുപോലെ മേഘങ്ങളിൽ താൻ താഴേക്ക് ഇറങ്ങി വരും, തൻ്റെ ജനത്തെ ചേർത്തുകൊള്ളും. ഈ കാര്യങ്ങളൊക്കെയും നാം ബൈബിളിൽ വായിക്കുന്നുണ്ട്. നമുക്ക് ചില വാക്യങ്ങൾ അതിന് ഉപോത്ബലകമായി വായിക്കാം. മത്തായി എഴുതിയ സുവിശേഷം 24-ാം അധ്യായം 29-ഉം 30-ഉം വാക്യങ്ങൾ ഇവിടെ നാം വായിച്ച കാര്യത്തെ കുറച്ചുകൂടെ സാധൂകരിക്കുന്ന, സപ്പോർട്ട് ചെയ്യുന്ന വാക്യങ്ങളാണ്. അതും കൂടെ വായിക്കാം. ആ കാലത്തിലെ കഷ്ടം കഴിഞ്ഞ ഉടനെ സൂര്യൻ ഇരുണ്ടുപോകും, ചന്ദ്രൻ പ്രകാശം കൊടുക്കാതിരിക്കും, നക്ഷത്രങ്ങൾ ആകാശത്ത് നിന്ന് വീഴും, ആകാശത്തിലെ ശക്തികൾ ഇളകിപ്പോകും. അപ്പോൾ മനുഷ്യപുത്രന്റെ അടയാളം ആകാശത്ത് വിളങ്ങും. അന്ന് ഭൂമിയിലെ സകല ഗോത്രങ്ങളും പ്രലാപിച്ചുകൊണ്ട്
മനുഷ്യപുത്രൻ ആകാശത്തിലെ മേഘങ്ങളിന്മേൽ മഹാശക്തിയോടും തേജസ്സോടും കൂടെ വരുന്നത് ഈ കാണും. വായിച്ച വചനങ്ങളിലും ഇതുപോലെയാണ് പ്രസ്താവിച്ചിരിക്കുന്നത്. ആ കാലത്തിലെ കഷ്ടതകൾ, അതായത് മഹാപീഡനകാലം കഴിഞ്ഞ ഉടനെ മഹാപീഡനകാലത്തെ രണ്ടായിട്ട് തിരിച്ച് വെളിപ്പാട് പുസ്തകത്തിൽ നിന്നും മറ്റും മനസ്സിലാക്കാൻ സാധിക്കും. ഇത് നിങ്ങൾ പിന്നീട് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് സൂചനയായിട്ട് ഞാൻ പറയുകയാണ്. ഞാൻ ഈ കാര്യങ്ങൾ ഇങ്ങനെയാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. 7 വർഷം എന്നൊരു കണക്ക് ദാനിയേൽ പ്രവചനത്തിലുണ്ട്. ആ 7 വർഷം അത് അവസാനത്തെ 7 വർഷങ്ങളാണ്. അവിടെ വലിയ പീഡനങ്ങളും ഉപദ്രവങ്ങളും ദൈവകോപം ചൊരിയപ്പെടുകയും ഒക്കെ ചെയ്യുന്നതായിട്ട് വെളിപ്പാട് പുസ്തകത്തിൽ കാണാൻ സാധിക്കും. എന്നാൽ അതിൻ്റെ ആദ്യത്തെ 3.5 വർഷം അത് എതിർ ക്രിസ്തുവിൻ്റെ കോപം ഈ ഭൂമിയുടെ മേൽ ചൊരിയുന്ന കാലഘട്ടവും, അതിനുശേഷം ക്രിസ്തുവിൻ്റെ വരവ് നടക്കും. പിന്നെ ഉള്ള 3.5 വർഷം ദൈവക്രോധവും കോപവും ഈ ഭൂമിയിലെ മനുഷ്യരുടെ മേൽ, ഈ ഭൂമിയുടെ മേൽ ചൊരിയപ്പെടുന്നതും അങ്ങനെയാണ് വെളിപ്പാട് പുസ്തകത്തിൽ കാണുന്നത്. നമുക്കതിൽ നിന്ന് ചുരുക്കമായിട്ട് ഇങ്ങനെ മനസ്സിലാക്കാം. എതിർ ക്രിസ്തുവിൻ്റെ കോപം ചൊരിയുന്ന കാലത്ത് ദൈവമക്കൾ ഈ ഭൂമിയിൽ തന്നെ ഉണ്ടായിരിക്കും. നാം അതിനുവേണ്ടി ഒരുങ്ങണം. എന്നാൽ ദൈവക്രോധം ഈ ഭൂമിയിൽ പകരപ്പെടുന്ന ആ കാലത്ത് ദൈവമക്കൾ ഇവിടെ ഉണ്ടായിരിക്കുകയില്ല. കാരണം അതിനിടയിലുള്ള സമയത്ത് ക്രിസ്തു മേഘങ്ങളിൽ വരികയും തൻ്റെ ജനത്തെ കൊണ്ടുപോവുകയും ചെയ്യും. ക്രിസ്തുവിൽ മരിച്ചവർ ആദ്യം എഴുന്നേൽക്കും. ആ ഭാഗങ്ങൾ കൂടെ നമുക്ക് വായിക്കാം. ലൂക്കോസ് 21 അധ്യായം 27 വചനം നോക്കുക. അപ്പോൾ മനുഷ്യപുത്രൻ ശക്തിയോടും മഹാ തേജസ്സോടും കൂടെ മേഘത്തിൽ വരുന്നത് അവർ കാണും. അപ്പോൾ മനുഷ്യപുത്രൻ ശക്തിയോടെ തേജസ്സോടെ വരുന്നത് അവർ കാണും. അതെ. ഇനിയും 1 തെസ്സലോനിക്കർ 4 അധ്യായം 16-17 വചനങ്ങൾ നമുക്ക് അതും കൂടെ വായിക്കാം. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോടുകൂടെ ഇരിക്കും. ഇവിടെ കർത്താവ് യേശു മേഘങ്ങളിൽ വരുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ ഗംഭീരനാദത്തോടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും. ക്രിസ്തുവിൽ മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം ഒക്കെയും രൂപാന്തരം പ്രാപിച്ച് മേഘങ്ങളിൽ കർത്താവിനെ എതിരേൽപ്പാൻ എടുക്കപ്പെടും. ഈ കാര്യങ്ങളെല്ലാം നാം ചേർത്ത് വായിച്ചാൽ നമുക്ക് കർത്താവിൻ്റെ വരവിൻ്റെ ആ കാര്യത്തെക്കുറിച്ച് ഒരു ധാരണ കിട്ടും. നമുക്കതിനെക്കുറിച്ച് വലിയ ഡിബേറ്റിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മുടെ മനസ്സിൽ ബോധ്യമായ രീതിയിൽ ഈ കാര്യങ്ങളെ വായിച്ച് മനസ്സിലാക്കി നാം സ്വീകരിച്ചാൽ മതിയാകും. ഞാൻ ഈ കാര്യങ്ങളെ ഇങ്ങനെയാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. കർത്താവിൻ്റെ വരവെങ്കിൽ മുന്നമേ മരിച്ച വിശുദ്ധന്മാർ ഉയർത്തെഴുന്നേൽക്കും. അതിനുശേഷം ജീവനോടെ ശേഷിക്കുന്ന നാം ഒക്കെയും ക്രിസ്തുവിൽ ജീവിക്കുന്നവർ നാം രൂപാന്തരം പ്രാപിക്കും. മഹത്വമുള്ള ശരീരം പ്രാപിച്ച് നാം ഉയർത്തെഴുന്നേറ്റ വിശുദ്ധന്മാരോട് ഒരുമിച്ച് മേഘങ്ങളിൽ കർത്താവിൻ്റെ അടുത്തേക്ക് ചെല്ലും. അങ്ങനെയാണ് നാം ഈ ഭാഗത്ത് വായിക്കുന്നത്. അത് കഴിഞ്ഞ് 3.5 വർഷത്തിന് ശേഷം ക്രിസ്തുവും തൻ്റെ വിശുദ്ധന്മാരുമായിട്ട് ചേർന്ന് ഈ ഭൂമിയിലേക്ക് വരും. 1000 ആണ്ട് ഈ ഭൂമിയിൽ അവർ വാഴും എന്നുള്ള ഒരു കാര്യമാണ് നാം വെളിപ്പാട് പുസ്തകത്തിലും മറ്റും വായിക്കുന്നത്. അതാണ് മില്ലനിയം എന്ന് പറയുന്നത്. ഇതൊക്കെ നമ്മുടെ ബുദ്ധിക്ക് അപ്പുറത്തുള്ള കാര്യങ്ങളാണ്. എങ്കിലും ദൈവം കുറച്ച് കാര്യങ്ങൾ നമ്മെ ആശ്വസിപ്പിക്കാനും നമുക്ക് ഉറപ്പ് നൽകാനും വേണ്ടി ചില കാര്യങ്ങൾ ദൈവം നമുക്ക് പറഞ്ഞു തന്നിരിക്കുകയാണ്. ദൈവം ക്രിസ്തുവിൻ്റെ വരവെങ്കിൽ തൻ്റെ വൃതന്മാരെ മേഘങ്ങളിൽ എടുക്കും. അതിനാണ് റാപ്ചർ അഥവാ രൂപാന്തരപ്പെടുന്ന കാര്യം എന്ന് പറയുന്നത്. നമുക്ക് വേഗം അടുത്ത ഭാഗത്തേക്ക് പോകാം. 28 മുതൽ 31 വരെയുള്ള വാക്യങ്ങളിൽ ഒരു അത്തിവൃക്ഷത്തിൻ്റെ ഉപമ വളരെ സിമ്പിളായിട്ട് ലളിതമായിട്ട് യേശു പറഞ്ഞു തരികയാണ് ചെയ്യുന്നത്. അത്തിയെ നോക്കി ഒരു ഉപമ പഠിക്കുവിൻ. അതിൻ്റെ കൊമ്പ് ഇളതായി ഇല തളിർക്കുമ്പോൾ വേനൽ അടുത്തുവെന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. അത്തിവൃക്ഷത്തിൻ്റെ ഒരു ഉപമ ഇവിടെ പറയുന്നു. പൊതുവെ പറഞ്ഞാൽ ഈ അത്തിവൃക്ഷം അത് ഇസ്രായേലിനെ സൂചിപ്പിക്കുന്നതായിട്ട് നമുക്ക് ഗണിക്കുവാൻ സാധിക്കും. എന്നാൽ എല്ലായ്പ്പോഴും അത് കൃത്യമായിട്ട് അങ്ങനെ പറയാൻ സാധ്യമല്ല. ഈ ഭാഗത്ത് അത്തിയെ നോക്കി ഉപമ പഠിക്കുവിൻ. ഒരു വൃക്ഷത്തെക്കുറിച്ചാണ് യേശു പറയുന്നത്. അത്തിവൃക്ഷത്തിൻ്റെ പേര് പറഞ്ഞു എന്നേ ഉള്ളൂ. അത് യഹൂദന്മാർ ആയിരിക്കണമെന്നില്ല. എങ്കിലും നാം ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ തന്നെ യഹൂദന്മാർ തളർത്തു തുടങ്ങി എന്നുള്ളത് കൊണ്ട് അത് കുറച്ചുകൂടെ അതിൽ സത്യമുണ്ട് എന്ന് നമുക്ക് വിശ്വസിക്കാൻ സാധിക്കും. കഴിഞ്ഞ 19 നൂറ്റാണ്ടുകളായി ഇസ്രായേൽ ജനം ഒരു ഉണങ്ങിയ അത്തിവൃക്ഷം പോലെ ആയിരുന്നു. അവർക്ക് സ്വന്തമായ രാജ്യമില്ല.
ലോകത്തെമ്പാടും അവർ ചിതറിക്കപ്പെട്ടു. അവരിൽ തന്നെ 60 ലക്ഷത്തോളം പേര് ജർമ്മനിയിൽ ഹിറ്റ്ലറുടെ കാലത്ത് ക്രൂരമായി കൊല്ലപ്പെട്ടു. അവരുടെ പ്രതീക്ഷ ഒക്കെയും അസ്തമിച്ചതുപോലെ ആയിരുന്നു. അവരിങ്ങനെ ദേശത്തു നിന്ന് മറ്റു ദേശത്തേക്ക് ഓടിക്കുന്ന ഒരു സംഭവം. ആ രീതിയിലാണ് കാര്യങ്ങൾ നടന്നത്. എന്നാൽ അത്ഭുതമെന്ന് പറയട്ടെ, 1948 ആണ്ടിൽ നാം ജീവിക്കുന്ന ഈ കാലഘട്ടത്ത് 75 വർഷം മുമ്പ് ഈ ഇസ്രായേൽ ജനങ്ങൾക്ക് അവരുടെ ദേശത്തേക്ക് മടങ്ങി വരാനും അവിടെ തളിർക്കുവാനും പൂക്കുവാനും ഫലപ്രാപ്തി ഉണ്ടാകാനും ദൈവം ഇടയാക്കി. അതുകൊണ്ട് നാം ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ അത്തി തളർത്തുകൊണ്ടിരിക്കുന്നു. അവർ വളരെ ശക്തിയുള്ള ഒരു രാജ്യമായി, രാഷ്ട്രമായി രൂപാന്തരപ്പെട്ടു എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ ഒരു പ്രയാസവുമില്ല. യേശു പറഞ്ഞു, അത്തിയും മറ്റ് വൃക്ഷങ്ങളും ഒക്കെ തളിർക്കുന്നത് കാണുമ്പോൾ വേനൽ അടുത്തു എന്ന് നിങ്ങൾ അറിയുന്നു. അതെ ദൈവമക്കളെ, നാം ജീവിക്കുന്ന ഈ തലമുറ നാം വേനലിനോട് അടുത്തു. ക്രിസ്തുവിൻ്റെ മടങ്ങിവരവിനെക്കുറിച്ച് ആണ് അത് സൂചിപ്പിക്കുന്നത്. 30-ാം വാക്യം നോക്കുക. ഇത് ഒക്കെയും സംഭവിക്കുവോളം ഈ തലമുറ ഒഴിഞ്ഞു പോകുകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ഇവിടെ ഞാൻ പറഞ്ഞുവല്ലോ, യേശു ഈ കാര്യങ്ങളെ സൂചിപ്പിക്കുമ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് നടക്കാൻ പോകുന്ന കാര്യങ്ങൾ, അതായത് AD 70 നടക്കാൻ പോകുന്ന കാര്യവും അതിനകത്തുണ്ടായിരുന്നു. തൻ്റെ വരവിനോട് അനുബന്ധിച്ച് 2 സഹസ്രാബ്ദങ്ങൾക്ക് ശേഷം നാം ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇനി സംഭവിക്കാൻ പോകുന്ന തൻ്റെ മടങ്ങിവരവിൻ്റെ കാര്യങ്ങളൊക്കെയും യേശു ചേർത്താണ് സൂചിപ്പിച്ചത്. അതിൽ ഈ പറയുന്ന കാര്യങ്ങൾ AD 70 സംഭവിച്ചു. അതുകൊണ്ടാണ് ഇതൊക്കെയും സംഭവിക്കുവോളം ഈ തലമുറ, എൻ്റെ ചുറ്റും നിന്ന് കേൾക്കുന്ന ശിഷ്യന്മാരായ നിങ്ങളിൽ ചിലർ ഈ സംഭവിക്കുവോളം ജീവിച്ചിരിക്കും എന്ന് യേശു സൂചിപ്പിച്ചു. അത് സംഭവിക്കുകയും ചെയ്തു. AD 70 അവരുടെ ദേശം അവർക്ക് നഷ്ടപ്പെട്ടു, ദൈവാലയം നഷ്ടപ്പെട്ടു. അവരിൽ ചിലർ 70 വരെ ജീവിച്ചിരുന്ന് അതൊക്കെയും കണ്ടു കാണും. അതാണ് യേശു പറഞ്ഞത്, നിങ്ങളിൽ ചിലർ ജീവിച്ചിരിക്കും. ഈ കാര്യങ്ങളൊക്കെയും സംഭവിക്കുവോളം നിങ്ങളിൽ ചിലർ ജീവനോടെ ഇരിക്കും. 31-ാം വാക്യം. ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും, എൻ്റെ വചനങ്ങളോ ഒഴിഞ്ഞു പോവുകയില്ല. ദൈവത്തിൻ്റെ വചനം മാറ്റമില്ലാത്തതാണ്. അത് എല്ലാ കാലവും എൻഡ്യൂർ ചെയ്യുന്നതാണ്, ഒഴിഞ്ഞു പോകാത്തതാണ്, അത് നിലനിൽക്കുന്നതാണ്. യെശയ്യാവിൻ്റെ പുസ്തകം 40-ാം അധ്യായം 8-ാം വചനം ഒന്ന് വായിക്കാമോ? പുല്ലുണങ്ങുന്നു, പൂ വാടുന്നു, നമ്മുടെ ദൈവത്തിന്റെ വചനമോ എന്നേക്കും നിലനിൽക്കും. നമ്മുടെ ദൈവത്തിൻ്റെ വചനമോ എന്നേക്കും നിലനിൽക്കുന്നതാണ്. പുല്ലും പൂവും ഒക്കെ വാടി ഉണങ്ങിപ്പോകും. ഒരു ദിവസത്തെ ജീവിതമേ, അല്ലെങ്കിൽ ഒരു ചെറിയ കാലഘട്ടത്തിൻ്റെ ജീവിതമേ അവർക്കുള്ളൂ. പക്ഷേ ദൈവത്തിൻ്റെ വചനം മാറ്റമില്ലാത്തതാണ്. അതുകൊണ്ട് ദൈവമക്കളെ, നാം ഈ പഠിക്കുന്ന വചനങ്ങൾ അത് വളരെ മുഖ്യമായതാണ്. നമുക്ക് ഈ വചനങ്ങളെ പഠിക്കുകയും ഇതിൽ നിലനിൽക്കുകയും ഇതിൽ കൂടെ മുമ്പോട്ട് പോവുകയും ചെയ്യാൻ നമുക്ക് വലിയ ആവശ്യമുണ്ട്. നമ്മുടെ ജീവിതങ്ങളെ ഈ വചനങ്ങൾ രൂപാന്തരപ്പെടുത്തട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അത് നിശ്ചയമായിട്ടും അങ്ങനെ ചെയ്യുകയും വേണം. ഒടുവിലായിട്ട് 6-ാമത്തെ ഭാഗം നാം ഇന്ന് പഠിക്കുന്നത് 32 മുതൽ 37 വരെയുള്ള ഒടുവിലത്തെ ഭാഗമാണ്. അതായത് ക്രിസ്തുവിൻ്റെ 2ാമത്തെ വരവ്, അതിൻ്റെ കൃത്യസമയവും നാഴികയും ദൈവം എല്ലാവർക്കും മറച്ചു വെച്ചിരിക്കുകയാണ് എന്നാണ് യേശു പറയുന്നത്. ആ ഭാഗം നാം മുഴുവനും വായിക്കുന്നില്ല. ഞാൻ ചില കാര്യങ്ങൾ മാത്രം വായിച്ചു പോകാം. 32-ാം വാക്യം നോക്കുക. ആ നാളും നാഴികയും, അതായത് ക്രിസ്തുവിൻ്റെ മടങ്ങി വരവിൻ്റെ നാളും നാഴികയും സംബന്ധിച്ചോ പിതാവല്ലാതെ ആരും, സ്വർഗത്തിലെ ദൂതന്മാരും പുത്രനും കൂടെ അറിയുന്നില്ല. 3 തരം ആളുകളെക്കുറിച്ച് പറയുകയാണ്. ഒരു മനുഷ്യർക്കും അത് ഗ്രഹിക്കാവുന്നതല്ല. സ്വർഗത്തിലെ ദൂതന്മാർക്കും ആ നാളും നാഴികയെ സംബന്ധിച്ച് ദൈവം വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ല. ദൈവപുത്രനായ എനിക്കും, യേശു പറയുകയാണ്, എനിക്കും ആ കാര്യം പിതാവ് വെളിപ്പെടുത്തി തന്നിട്ടില്ല. നമുക്കറിയാം, നമ്മുടെ തലമുറയിലും അതിനു മുമ്പുമുള്ള കഴിഞ്ഞ പല നൂറ്റാണ്ടുകളിലും അനേകം ആത്മീയരായ നേതാക്കളും പ്രസംഗികളും ഒക്കെയും യേശുവിൻ്റെ വരവിൻ്റെ തീയതി കുറിച്ചു വെച്ചു. അവരെല്ലാം തെറ്റിപ്പോയി. ചിലരൊക്കെ വീണ്ടും തിരുത്തി പറഞ്ഞു, ഞാൻ പറഞ്ഞത് അങ്ങനെയല്ല, ഇങ്ങനെയാണെന്ന് പറഞ്ഞ് വേറൊരു ഡേറ്റ് കൊടുത്തു. അതിലൊന്നും ക്രിസ്തു മടങ്ങി വന്നില്ല. ചിലർ അതിനുശേഷം ചില ഉപദേശങ്ങളുണ്ടാക്കി. യേശു സ്വർഗത്തിൽ വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിക്കുകയാണ് ആ തീയതിയിൽ ചെയ്തത് എന്നൊക്കെ. എന്നാൽ സത്യമായ കാര്യം യേശു ഇവിടെ പറഞ്ഞു, ആർക്കും പിതാവ് അത് വെളിപ്പെടുത്തി കൊടുത്തിട്ടില്ല. അത് പിതാവിൻ്റെ കയ്യിലിരിക്കുന്ന കാര്യമാണ്. യേശു പറയുകയാണ്, പുത്രനായ എനിക്ക് പോലും അത് അറിഞ്ഞുകൂടാ. എന്തുകൊണ്ടാണ് യേശു അങ്ങനെ പറഞ്ഞത്? യേശുവും പിതാവ് ഒന്നല്ലേ? എന്തുകൊണ്ടാണ് യേശുവിന് അത് അറിഞ്ഞുകൂടാത്തത്? അതിൻ്റെ കാരണം, യേശു ഈ ഭൂമിയിലായിരുന്നപ്പോൾ ഒരു പൂർണ്ണ മനുഷ്യനായിട്ടാണ് വന്നത്. താൻ ദൈവമായിരുന്നു,
ദൈവത്വം ഇല്ലാതെ പോയില്ല, എല്ലായ്പ്പോഴും താൻ ദൈവമായിരുന്നു. എങ്കിലും ദൈവികമായ അധികാരവും അവകാശങ്ങളും പ്രത്യേക പ്രിവിലേജസും ഒന്നും യേശു എടുത്തില്ല. താൻ ഒരു മനുഷ്യനായി നമ്മോടൊക്കെ ഏകീഭവിച്ചുകൊണ്ട് ഈ ഭൂമിയിലേക്ക് വന്നു. താൻ സ്വമേധയാ ആണ് ഇതൊക്കെയും ഒഴിഞ്ഞു വെച്ചത്. ദൈവികമായ അധികാരങ്ങളെയൊക്കെ താൻ ഒഴിഞ്ഞു വെച്ചു. താൻ ദൈവമായിരുന്നു. അതുകൊണ്ടാണ് പാപം ക്ഷമിക്കുകയും ആരാധന സ്വീകരിക്കുകയൊക്കെ ചെയ്തത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. താൻ ദൈവമായിരുന്നുവെങ്കിലും തൻ്റെ ദൈവികമായ അവകാശവും അധികാരവും ഒന്നും യേശു ഈ ഭൂമിയിൽ ഉപയോഗിച്ചില്ല. താനൊരു മനുഷ്യനായിട്ടാണ് ജീവിച്ചത്. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, പുത്രനും കൂടെ അത് അറിഞ്ഞുകൂടാ. 32-ാം വാക്യം നോക്കുക. അവിടെ നാം വായിച്ചു കഴിഞ്ഞു. ആ നാളും നാഴികയും അത് ദൈവത്തിൻ്റെ കാര്യത്തിൽപ്പെട്ട പരിപാടികളാണ്. അതുകൊണ്ട് നമ്മെ സംബന്ധിച്ച് തീയതി കണക്കാക്കുകയല്ല നമ്മുടെ ആവശ്യം. നാം ക്രിസ്തുവിൻ്റെ വരവിനായി ഒരുക്കത്തോടെ കാത്തിരിക്കുകയാണ്, നമ്മെ തന്നെ തയ്യാറാക്കി കാത്തിരിക്കുകയാണ് നമ്മുടെ ഇന്നത്തെ കർത്തവ്യം എന്ന് പറയുവാൻ സാധിക്കും. നമ്മുടെ ഡ്യൂട്ടി എന്താണ് എന്ന് 3 വാക്യങ്ങളിൽ യേശു ഇവിടെ പറഞ്ഞിട്ടുണ്ട്. നോക്കുക, 33-ാം വാക്യത്തിൽ സൂക്ഷിച്ച് കൊള്ളുവീൻ, ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരിക്കുവിൻ. അതാണ് നമ്മുടെ ഡ്യൂട്ടി. ദൈവം നമുക്ക് തന്ന ഉത്തരവാദിത്വം അതാണ്. സൂക്ഷ്മതയോടെ ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരിക്കുവിൻ. 35-ാം വാക്യം നോക്കുക. യജമാനൻ സന്ധ്യയ്ക്കോ അർദ്ധരാത്രിക്കോ കോഴി കൂകുന്ന സമയത്തോ രാവിലെയോ എപ്പോൾ വരുമെന്ന് അറിയായകൊണ്ട് നിങ്ങൾ ഉണർന്നിരിപ്പീൻ. വീണ്ടും 37-ാം വാക്യത്തിലും അതേ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഞാൻ നിങ്ങളോട് വീണ്ടും പറയുന്നു, നിങ്ങൾ എല്ലാവരോടും പറയുന്നു, നിങ്ങൾ ഉണർന്നിരിക്കുവിൻ. ഈ വചനങ്ങളെ ശ്രദ്ധിക്കാം പ്രിയപ്പെട്ടവരെ. എന്താണ് ഉണർന്നിരിക്കുക എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം? അലേർട്ടായിരിക്കുക എന്ന് വെച്ചാൽ നാം ജാഗ്രതയോടെ പ്രാർത്ഥിച്ച് നമ്മുടെ ജീവിതങ്ങളെ ഒരുക്കി തയ്യാറാക്കിയിരിക്കുകയാണ് അതിൻ്റെ കാര്യം. 2-3 വചനങ്ങൾ എങ്ങനെയാണ് നാം ഒരുങ്ങിയിരിക്കേണ്ടത്, ഉണർന്നിരിക്കേണ്ടത് എന്നുള്ളതിന് വായിക്കാം. 1 തെസ്സലോനിക്കർ 5-ാം അധ്യായം 5-6 വചനങ്ങൾ നമുക്ക് വായിക്കാം. നിങ്ങൾ എല്ലാവരും വെളിച്ചത്തിന്റെ മക്കളും പകലിന്റെ മക്കളും ആകുന്നു. നാം രാത്രിക്കും ഇരുളിനും ഉള്ളവരല്ല. ആകയാൽ നാം ശേഷമുള്ളവരെ പോലെ ഉറങ്ങാതെ ഉണർന്നും സുബോധമായും ഇരിക്കാം. നാം ഇരുട്ടിൻ്റെ, രാത്രിയുടെ സ്വഭാവം, പാപകരമായ ദോഷകരമായ സ്വഭാവങ്ങളെ മാറ്റിക്കളഞ്ഞ് വെളിച്ചത്തിലുള്ളവരായി, വെളിച്ചത്തിൻ്റെ മക്കളായി ജീവിക്കുവാനാണ് ഇവിടെ നമ്മോട് പറയുന്നത്. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 11-ാം വാക്യം കൂടെ വായിക്കാം. ഞാൻ വേഗം വരുന്നു, നിന്റെ കിരീടം ആരും എടുക്കാതിരിപ്പാൻ തക്കവണ്ണം നിനക്കുള്ളത് പിടിച്ചുകൊള്ളുക. നിനക്കുള്ളത് മറ്റാരും എടുക്കാതെ വണ്ണം നീ പിടിച്ചുകൊള്ളുക. നിന്റെ വിശ്വാസ ജീവിതത്തെ നീ കാത്തുകൊള്ളുക. നീ കർത്താവിലുള്ള വിശ്വാസം മുറുകെ പിടിച്ചുകൊണ്ട്, കർത്താവിനെ സ്നേഹിച്ച് നീ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുക. ഇനിയും വെളിപ്പാട് 16-ന്റെ 15-ാം വാക്യം കൂടെ വായിക്കാം. ഞാൻ കള്ളനെ പോലെ വരും, തന്റെ ലജ്ജ കാണുമാറ് നഗ്നനായി നടക്കാതിരിപ്പാൻ തന്റെ ഉടുപ്പ് സൂക്ഷിച്ചും ജാഗരിച്ചും കൊള്ളുന്നവൻ ഭാഗ്യവാൻ. തൻ്റെ ഉടുപ്പ് സൂക്ഷിച്ചും ജാഗരിച്ചും കൊള്ളുക. ഇങ്ങനെ 2-3 രീതിയിലാണ് നാം ക്രിസ്തുവിൻ്റെ മടങ്ങിവരവാനായിട്ട് ഒരുങ്ങി ജീവിക്കേണ്ടത്. ചുരുക്കമായി പറഞ്ഞാൽ നമ്മുടെ ഒരുക്കം എന്ന് പറയുന്നത് നാം ആത്മീയമായി ഉറങ്ങിപ്പോകാതെ ദൈവവചനമായ ബൈബിൾ വായിക്കുക, ധ്യാനിക്കുക, അതിന് പ്രകാരം ജീവിക്കുക, മറ്റുള്ളവരെ പഠിപ്പിക്കുക, പ്രാർത്ഥിക്കുക, താഴ്മയോടും വിശുദ്ധിയോടും കൂടെ ജീവിക്കുക. ഇതൊക്കെയാണ് ദൈവം നമ്മിൽ നിന്ന് ഈ കാലത്ത് പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ. ഒരു വചനം കൂടെ ഇതിനോട് ചേർത്ത് വായിക്കാം. റോമർക്കെഴുതിയ ലേഖനം 13-ാം അധ്യായം 11-ാം വചനം വായിക്കാം. ഇത് ചെയ്യേണ്ടത് ഉറക്കത്തിൽ നിന്ന് ഉണരുവാൻ നാഴിക വന്നിരിക്കുന്നു എന്നിങ്ങനെ നിങ്ങൾ സമയത്തെ അറികയാൽ തന്നെ നാം വിശ്വസിച്ച സമയത്തേക്കാൾ രക്ഷ ഇപ്പോൾ നമുക്ക് അധികം അടുത്തിരിക്കുന്നു. നാം ആത്മീയമായി ഉറങ്ങിപ്പോകാതെ, ഈ ലോകത്തിൻ്റെ കാര്യങ്ങളിൽ പെട്ട് ഉറങ്ങിപ്പോകാതെ, മയങ്ങിപ്പോകാതെ, ക്രിസ്തുവിൻ്റെ മടങ്ങിവരവനായിട്ട് നമ്മെ തന്നെ വെടിപ്പാക്കി വിശുദ്ധമായിട്ടും എളിമയോടും താഴ്മയോടും ഈ ലോകത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ദൈവരാജ്യത്തെ മുൻപിൽ കണ്ടുകൊണ്ട് ജീവിക്കുവാനാണ് ദൈവം ഇന്ന് രാത്രി ഈ വചനങ്ങളിലൂടെ നമ്മെ ആഹ്വാനം ചെയ്യുന്നത്. അനേകം പേരും ഈ ലോകത്തിൻ്റെ സുഖങ്ങളിലും സൗകര്യങ്ങളിലും ആഡംബരങ്ങളിലും ഒക്കെ മുഴുകി മയങ്ങി ഉറക്കം പിടിച്ച അവസ്ഥയിലാണ്. വിശ്വാസികളും ദൈവവേലക്കാരിൽ പലരുമൊക്കെയും ഉറക്കം പിടിച്ച് കിടക്കുകയാണ്. പക്ഷേ അത് നാശത്തിലേക്കുള്ള ഉറക്കമാണ്. ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നത് നിങ്ങൾ ഉണർന്നിരിക്കണം. ഏത് സമയത്ത് കർത്താവ് വരും എന്നറിയാത്തത് കൊണ്ട് നാം ഉണർന്നിരിക്കണം. അവിടെ 34-ാം വാക്യത്തിൽ ഒരു ചെറിയ ദൃഷ്ടാന്തമായിട്ടാണ്
യജമാനെക്കുറിച്ച് പറയുന്നത്, യജമാനൻ സന്ധ്യയ്ക്കോ അർദ്ധരാത്രിക്കോ കോഴി കൂകുന്ന സമയത്തോ അല്ലെങ്കിൽ രാവിലെയോ എപ്പോൾ വരുമെന്ന് നിങ്ങൾ അറിയുന്നില്ല. അതുകൊണ്ട് അവൻ പെട്ടെന്ന് വന്ന് നിങ്ങളെ ഉറങ്ങുന്നവരായി കണ്ടെത്താതിരിക്കേണ്ടതിന് ഉണർന്നിരിക്കുവിൻ. ദാസന്മാർ ഉണർന്നിരിക്കുവാനായിട്ട് അവരോട് ആവശ്യപ്പെടുന്നു. യജമാനന് ഇവിടെ 4 സമയത്ത് എപ്പോൾ വേണമെങ്കിലും വരാം. സന്ധ്യയ്ക്ക് വരാം, അർദ്ധരാത്രിയിൽ വരാം, വെളുപ്പിന് വരാം, രാവിലെ പുലർന്ന ശേഷം വരാം. ക്രിസ്തുവിൻ്റെ വരവ് നാം പ്രതീക്ഷിക്കാതിരിക്കുന്ന സമയത്തായിരിക്കും. അതുകൊണ്ട് ക്രിസ്തുവിൻ്റെ വരവിനായിട്ട് ഒരുങ്ങി നമ്മെ തന്നെ വെടിപ്പാക്കി വിശുദ്ധമായി താഴ്മയോടെ ജീവിച്ച് മറ്റുള്ളവരെ അനുഗ്രഹിച്ചുകൊണ്ട് ജീവിക്കുവാനാണ് ദൈവം ഇന്ന് രാത്രി നമ്മെ ആഹ്വാനം ചെയ്യുന്നത്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ അനുഗ്രഹിച്ച് മുമ്പോട്ട് നടത്തട്ടെ.